കൗൺസിലറായി വന്നിട്ട് അവിടെ നിലനിന്ന് പോവുക, അവിടെ ഏറ്റവും നല്ല ബെസ്റ്റ് പെർഫോമൻസ് കാണിച്ച് നിലനിന്ന് പോകുക എന്നുള്ളതാണ് ഏറ്റവും വലിയൊരു കാര്യം എന്ന് വിശ്വസിക്കുന്ന ഒരാളാണ് ഞാൻ. സ്ത്രീകളെന്നല്ല പുരുഷന്മാരും എവിടെയും വെല്ലുവിളികൾ നേരിടുന്ന ആളുകൾ തന്നെയാണ്. കാരണം ഏറ്റവും കൂടുതൽ എനിക്ക് തോന്നുന്നു സൈബർ ബുള്ളിങ് ഏറ്റവും കൂടുതൽ കിട്ടിയിട്ടുള്ള ഒരാളാണ്, ഇപ്പോഴും കിട്ടിക്കൊണ്ടിരിക്കുന്ന ഒരാളാണ് ഞാൻ. ഇപ്പോൾ ഡെപ്യൂട്ടി മേയർ ആയ ശേഷം ആ പഴയ റീലുകളൊക്കെ തന്നെ കുത്തിപ്പൊക്കിയിട്ട് പറയുന്നത് കുടിവെള്ളം ഇല്ലാത്ത സമയത്ത് അല്ലെങ്കിൽ തെരുവ് നായ്ക്കളുടെ ശല്യം ഉണ്ടായിരിക്കുന്ന സമയത്ത് ഡെപ്യൂട്ടി മേയർ റീല് കളിച്ച് നടക്കുന്നു. ഇത്രയും വുമൺ റിസർവേഷൻ പോളിസീസും മറ്റും ഉണ്ടായിട്ടും എന്തുകൊണ്ടായിരിക്കും പൊളിറ്റിക്സിൽ വുമൺസ് വരുന്നത് കുറയുന്നത്? എന്താണ് മാമിന്റെ അഭിപ്രായം ഈ ചോദ്യത്തിനോട്? ഞാൻ പറയും ഐ എം ദി ബെസ്റ്റ്, ഞാനാണ് ബെസ്റ്റ് എന്ന് എനിക്കറിയാം. അതുപോലെ നമ്മൾ ഓരോരുത്തരും നമ്മളാണ് ബെസ്റ്റ് എന്ന രീതിയിൽ നല്ല പെർഫോം ചെയ്യുകയാണ്. അപ്പോൾ എനിക്ക് ഇങ്ങനെ വിഷയങ്ങൾ വന്ന് തന്നെ എന്നെ ഞാനായിട്ട് തന്നെ മോൾഡ് ചെയ്ത് എടുത്തു. പിന്നീട് ഞാൻ പൊളിറ്റിക്സിൽ സൂട്ടബിൾ ആയിട്ടുള്ള ഒരു വ്യക്തിയാണ് അല്ലെങ്കിൽ വ്യക്തി ആവണം എന്ന എൻ്റെ ഉള്ളിൽ തന്നെ ഒരു ചിന്ത വന്നു തുടങ്ങി. കാരണം എന്തായാലും എന്നെ 5 വർഷത്തേക്ക് കൗൺസിലറായിട്ട് തിരഞ്ഞെടുത്തതാണ്. അപ്പോൾ ആ 5 വർഷം നമ്മൾ ബെസ്റ്റ് പെർഫോമൻസ് കാഴ്ചവെച്ചാൽ മാത്രമേ ഇങ്ങനൊരു കൗൺസിലർ ഇവിടെ ഉണ്ടായിരുന്നു എന്ന് നമുക്ക് തെളിയിക്കാൻ സാധിക്കൂ എന്ന് ഞാൻ എന്നെ തന്നെ പറഞ്ഞങ്ങ് ഞാൻ ബോധ്യപ്പെടുത്താൻ തുടങ്ങി. അപ്പോൾ നമുക്ക് ഏതൊരു നിലയിൽ നമുക്ക് എത്തുന്നത് വലിയ കാര്യം എന്ന് ഞാൻ വിശ്വസിക്കുന്നില്ല. അപ്പോൾ ഏതൊരു പൊസിഷനിൽ നമുക്ക് എളുപ്പത്തിൽ തന്നെ എത്താൻ സാധിക്കുമെന്ന് വിശ്വസിക്കുന്ന ഒരാളാണ്. ഇപ്പോൾ കൗൺസിലർ ഞാൻ ബൈ ചാൻസ് വന്നതാണ്. കൗൺസിലറായി വരിക എന്നുള്ളത് വലിയൊരു കാര്യമാണ് എന്ന് ഞാൻ വിശ്വസിക്കില്ല. പക്ഷേ കൗൺസിലറായി വന്നിട്ട് അവിടെ നിലനിന്ന് പോവുക, അവിടെ ഏറ്റവും നല്ല ബെസ്റ്റ് പെർഫോമൻസ് കാണിച്ച് നിലനിന്ന് പോകുക എന്നുള്ളതാണ് ഏറ്റവും വലിയൊരു കാര്യം എന്ന് വിശ്വസിക്കുന്ന ഒരാളാണ് ഞാൻ. അപ്പോൾ അങ്ങനെ ഒരു കൗൺസിലറായി വന്നിട്ട് ഏറ്റവും ബെസ്റ്റ് എന്ന് ഞാൻ പറയുന്നില്ല, എന്നാൽ കഴിയുന്ന മാക്സിമം കാര്യങ്ങളൊക്കെ തന്നെ ആളുകൾക്കിടയിലേക്ക് ഇറങ്ങിച്ചെന്ന് അവരുടെ എല്ലാ കാര്യങ്ങളും ചെയ്തു തീർക്കുവാൻ, അവർ വിളിക്കുന്ന ഏതൊരു സമയത്തും ഓടി നടന്ന് അവർക്ക് വേണ്ടിയിട്ട് കാര്യങ്ങൾ ഓടി നടന്ന് ചെയ്യുവാൻ, തിരുവനന്തപുരം നഗരസഭയുടെ ഭാഗത്തു നിന്നുള്ള ആനുകൂല്യങ്ങളും ഒക്കെ തന്നെ അവരിലേക്ക് ഇറങ്ങിച്ചെന്ന് ചെയ്തു കൊടുക്കുവാനൊക്കെ അവരോടൊപ്പം അവരിൽ ഒരാളായി നിന്നതിൻ്റെ അടിസ്ഥാനത്തിലാണ് രണ്ടാമത് വീണ്ടും ആ വാർഡിൽ നിന്ന് എനിക്ക് മത്സരിക്കാൻ ഒരു അവസരം തരികയും വീണ്ടും ആ 35 വോട്ടിൽ നിന്ന് രണ്ടാമത് മത്സരിച്ചപ്പോൾ 1012 വോട്ടിന്റെ ഭൂരിപക്ഷത്തിൽ ആ വാർഡിൽ നിന്ന് വിജയിക്കുവാനായിട്ട് സാധിച്ചതെന്ന് ഞാൻ വിശ്വസിക്കുകയാണ്. അത് എൻ്റെ പേഴ്സണൽ എക്സ്പീരിയൻസ് ആണ്. അപ്പോൾ എനിക്ക് തോന്നിയത്, കാരണം വെറുതെ ഒരു കൗൺസിലർ എന്ന് പറഞ്ഞിരുന്നാൽ ഒരിക്കലും, ഇപ്പോൾ കൗൺസിലർ നഗരസഭയിൽ നിന്ന് ആനുകൂല്യങ്ങൾ കൊടുത്തു, ഓക്കെ ഇത്രയേ ഉള്ളൂ എന്ന രീതിയിൽ പോയാൽ അവിടെ ഒന്നും നമുക്കപ്പോൾ പെർഫോം ചെയ്യാനൊന്നുമില്ല. പക്ഷെ അങ്ങനെയല്ല, പൊളിറ്റിക്സ് എന്ന് വരുമ്പോൾ നമുക്ക് പെർഫോമൻസ് ഒരു വലിയൊരു കാര്യം തന്നെയാണ്. അപ്പോൾ അതുകൊണ്ട് പെർഫോം ചെയ്തിട്ട് മാത്രം രണ്ടാമത്തെ പ്രാവശ്യം നിന്ന് മത്സരിച്ച് ജയിക്കുവാൻ സാധിച്ചു എന്നൊരു വിശ്വസിക്കുന്ന ഒരാളാണ് ഞാൻ. പിന്നെ മൂന്നാമത് ഞാൻ പുതിയൊരു വാർഡ് നിന്നപ്പോൾ ഇത് രണ്ടും നിന്ന് പുതിയൊരു വാർഡിലേക്ക് പോകാൻ സാധിച്ചതും അതൊരു പെർഫോമൻസിൻ്റെയും അതുപോലെ കൂട്ടായ പ്രവർത്തനത്തിൻ്റെയും കൂടി ഭാഗമാണ് എന്ന് വിശ്വസിക്കുന്ന ഒരാളാണ്. അങ്ങനെയാണ് എനിക്ക് 3 ടേം കൗൺസിലറായി നിന്ന് വിജയിക്കാൻ സാധിച്ചതെന്ന് ഞാൻ വിശ്വസിക്കുന്നു. പിന്നെ പൊളിറ്റിക്സിൽ സ്ത്രീകളുടെ കാര്യം, സ്ത്രീകളെന്നല്ല പുരുഷന്മാരും എവിടെയും വെല്ലുവിളികൾ നേരിടുന്ന ആളുകൾ തന്നെയാണ്. കാരണം ഏറ്റവും കൂടുതൽ എനിക്ക് തോന്നുന്നു സൈബർ ബുള്ളിങ് ഏറ്റവും കൂടുതൽ കിട്ടിയിട്ടുള്ള ഒരാളാണ്, ഇപ്പോഴും കിട്ടിക്കൊണ്ടിരിക്കുന്ന ഒരാളാണ് ഞാൻ. അപ്പോൾ ആദ്യമൊക്കെ തന്നെ സൈബർ ബുള്ളിങ് നേരിട്ടപ്പോൾ ഫസ്റ്റ് നമ്മൾ ചെയ്യാത്ത കാര്യത്തിനൊക്കെ തന്നെ ആദ്യം കേട്ടപ്പോൾ ഭയങ്കര വിഷമം തോന്നി. അത് നമ്മളെ പറഞ്ഞാൽ നമുക്ക് വിഷമം വരില്ല, കാരണം അത് നമ്മൾ ചെയ്തതാണല്ലോ, നമ്മളെ കുറിച്ചിട്ടാണല്ലോ പൊളിറ്റിക്സിൽ പറയുന്നതെന്ന് വിഷമം വരില്ല. പക്ഷെ നമ്മുടെ ഫാമിലി, ഹസ്ബൻഡിനെ പറയാറുണ്ട്, കുഞ്ഞുങ്ങളെ പറയാറുണ്ട്, സെക്ഷുവലി വരെ അബ്യൂസ് ചെയ്ത്, സെക്ഷുവലി വളരെ മോശം രീതിയിലുള്ള ലാംഗ്വേജ് യൂസ് ചെയ്ത് സൈബർ അറ്റാക്ക് നടത്താറുണ്ട്. അപ്പോൾ ആദ്യമൊക്കെ തന്നെ പലതവണ നമ്മൾ കേസ് കൊടുത്തു ഒക്കെ തന്നെ ചെയ്തു. സൈബർ അറ്റാക്ക് വളരെ മോശം രീതിയിൽ നടന്നത് കൊണ്ട് തന്നെ കേസ് കൊടുക്കുകയും അങ്ങനെ തന്നെ ചെയ്തു. കുറേ അങ്ങനെ വന്നതിൻ്റെ അടിസ്ഥാനത്തിൽ കുറേ അക്കൗണ്ടുകൾ പൂട്ടാനും ഒക്കെ തന്നെ പറ്റി. പക്ഷേ എന്നിരുന്നാലും ഫേക്ക് അക്കൗണ്ട് ഒരുപാട്, എൻ്റെ ഫോട്ടോസ് വെച്ച് തന്നെ എൻ്റെ പേര് വെച്ച് നിരവധിയായിട്ടുള്ള ഫേക്ക് അക്കൗണ്ടുകൾ തുടങ്ങി. ഞാൻ മെസ്സേജ് അയക്കുന്നു എന്ന രീതിയിലൊക്കെ തന്നെ നിരവധിയായിട്ട് എന്തൊക്കെ ടോർച്ചർ ചെയ്യാൻ പറ്റുമോ അതൊക്കെ തന്നെ ചെയ്തു. മാനസികമായിട്ട് ആ സമയത്തൊക്കെ തന്നെ മാനസികമായിട്ട് തളർന്നു പോയിട്ടുണ്ട്. പക്ഷേ പിന്നീട് എനിക്ക് തന്നെ തോന്നി, കാരണം ഇത് ചെയ്യുന്ന ആളുകളുടെ ഉദ്ദേശം വേറൊന്നും ഉണ്ടല്ല, ഇതൊക്കെ കണ്ടിട്ട് മെന്റലി നമ്മളെ ഡൗൺ ആക്കുക എന്ന് തന്നെയാണ് ഉദ്ദേശം. ഇത് കണ്ടിട്ട് നമ്മൾ ഡൗൺ ആയാൽ അവിടെ നമ്മൾ തീർന്നു. ഇത് ഫസ്റ്റ് മുതലേ അങ്ങനെയാണ്. പക്ഷെ ഇപ്പോൾ
ഡെപ്യൂട്ടി മേയർ ആയ ശേഷം അതിനെക്കാട്ടിലും ഉപരി ഒരുപാട് കാര്യങ്ങൾ, ഒരുപാട് വിഷയങ്ങൾ കൊണ്ടുവരുന്നുണ്ട്. ഇപ്പം ഞാൻ നേരത്തെ സൂചിപ്പിച്ച പോലെ സോഷ്യൽ മീഡിയയിൽ വളരെയധികം ആക്റ്റീവായിട്ട് നിൽക്കുന്ന ഒരു വ്യക്തിയാണ്. ഇൻസ്റ്റാഗ്രാം ആയാലും അതുപോലെ തന്നെ എല്ലാത്തിനും ഫേസ്ബുക്കും എല്ലാ മീഡിയയിലും ആക്റ്റീവായിട്ട് നിൽക്കുന്ന ഒരു വ്യക്തിയാണ്. അപ്പോൾ ഇൻസ്റ്റാഗ്രാമിലൊക്കെ തന്നെ ഏകദേശം 2-3 വർഷം മുമ്പ് തന്നെ നിരവധിയായിട്ടുള്ള റീലുകൾ ഇടുന്നൊരു വ്യക്തിയായിരുന്നു ഞാൻ. റീൽ എന്ന് വെച്ച് കഴിഞ്ഞാൽ കാരണം ഞാൻ സ്കൂളിങ്ങിൽ പഠിക്കുമ്പോഴും കോളേജിൽ പഠിക്കുമ്പോഴും ഒക്കെ തന്നെ ഞാൻ ഈ ഫോട്ടോഷൂട്ടിനുമൊക്കെ തന്നെ പോകുന്ന ഒരു വ്യക്തിയായിരുന്നു. അപ്പോൾ അതുകൊണ്ട് തന്നെ എനിക്ക് അതിനോട് ഭയങ്കര താല്പര്യമുള്ള ഒരു വ്യക്തി ആയതുകൊണ്ട് തന്നെ ഒരുപാട് റീൽസുകളും ഒക്കെ തന്നെ എൻ്റെ ഇൻസ്റ്റാഗ്രാം പേജുകൾ നിങ്ങൾ പരിശോധിച്ചാൽ മനസ്സിലാവും, നിരവധിയായിട്ടുള്ള റീലുകളും ഒക്കെ തന്നെ ഇട്ടിട്ടുണ്ട്. പക്ഷെ അപ്പോഴൊന്നും റീച്ച് ഉണ്ടായിരുന്നില്ല എന്ന് പറയുന്നില്ല, പക്ഷെ അപ്പോഴൊന്നും ഇത്രത്തോളം റീച്ച് ഉണ്ടാക്കി തന്നിട്ടില്ല. പക്ഷെ ഇപ്പോൾ ഡെപ്യൂട്ടി മേയർ ആയ ശേഷം ആ പഴയ റീലുകളൊക്കെ തന്നെ കുത്തിപ്പൊക്കിയിട്ട് പറയുന്നത് കുടിവെള്ളം ഇല്ലാത്ത സമയത്ത് അല്ലെങ്കിൽ തെരുവ് നായ്ക്കളുടെ ശല്യം ഉണ്ടായിരിക്കുന്ന സമയത്ത് ഡെപ്യൂട്ടി മേയർ റീല് കളിച്ച് നടക്കുന്നു എന്നൊക്കെ. അത് പഴയ റീലുകൾ എടുത്തിട്ട് അങ്ങനെ ചെയ്യുന്നുണ്ട്, അങ്ങനെ നമ്മളെ ടോർച്ചർ ചെയ്യുന്നുണ്ട്. അപ്പോൾ ഞാൻ ഇത് ആദ്യമൊക്കെ തന്നെ ഭയങ്കര നമ്മൾ ഞാൻ വിചാരിച്ചു ഇത് പഴയതല്ലേ, ഇതെന്തിനാ എടുത്തിടുന്ന എന്ന രീതിയിലൊക്കെ നമ്മൾ ചിന്തകൾ വന്നു. പക്ഷെ പിന്നീട് തന്നെ എനിക്ക് മനസ്സിലായി ഇത് ഞാൻ എന്നോട് ചോദിച്ചെടുത്തൊരു തമാശ രൂപേണ പറഞ്ഞു, എനിക്ക് അന്ന് ഇട്ടപ്പോൾ ഇത്രത്തോളം റീച്ച് കിട്ടിയില്ല, പക്ഷെ ഇപ്പോൾ എനിക്ക് 30K വ്യൂസൊക്കെ ആയി, 30K ലൈക്സ് ഒക്കെ ആയിട്ടുണ്ട്. ഇപ്പോൾ ഇവരെ കൊണ്ട് ഇത്രയൊക്കെ എനിക്ക് വ്യൂസും ലൈക്സും ഒക്കെ തന്നെ കൂട്ടിത്തരാൻ സാധിച്ചല്ലോ, അത് സന്തോഷം എന്ന് ഞാൻ സൂചിപ്പിച്ചു. കാരണം നമ്മൾ അവിടെയും ഉദ്ദേശിക്കുന്ന എന്താണ്, മെന്റലി ഡൗൺ ആക്കുക. ഇതൊക്കെ കണ്ടിട്ട് തളർന്ന് മൂലയിൽ പോയിരുന്ന് ഒന്നും ചെയ്യാതെ ഇരിക്കുക എന്ന് തന്നെയാണ് ഇതൊക്കെ ചെയ്യുന്നവരുടെ ഉദ്ദേശം. ഇത് ചെയ്യുന്നത് ഞാനിതിന് ഈ കമൻസും ഇതൊക്കെ തന്നെ ലെന മാം ഒരു കമന്റ് പറഞ്ഞിട്ടുണ്ടായിരുന്നു, അത് ഞാൻ കടമെടുക്കുകയാണ്. ലെന മാമിനോട് ഒരു ഇന്റർവ്യൂ ചെയ്യുന്നപ്പോൾ ഹോസ്റ്റ് ചോദിച്ചു, മാം പല കാര്യങ്ങൾ പറയുന്നതിനോട് മാമിൻ്റെ സോഷ്യൽ മീഡിയ എടുത്ത് നോക്കിയാൽ തന്നെ മനസ്സിലാവും, മാം പറയുന്ന പല കാര്യങ്ങളിലും റിപ്ലൈ വരുന്നത്, അതായത് കമൻസ് വരുന്നത് വളരെ മോശം രീതിയിലുള്ള കമൻസ് ആണ് വരുന്നത്, മാം അത് കാണാറുണ്ടോ എന്ന് ചോദിച്ചു. അപ്പം ലെന മാം ഫിലിം ആക്ടറാണ്. ലെന മാം പറഞ്ഞത്, ഈ കമൻസ് ഇടുന്നത് ആരാ മാം ചോദിച്ചത്, കമൻസ് ഇടുന്ന ആരാണ്? സയൻറ്റിസ്റ്റ് ആണോ, ഡോക്ടേഴ്സ് ആണോ, എഞ്ചിനീയേഴ്സ് ആണോ, അല്ലെങ്കിൽ ഏറ്റവും സമൂഹത്തിൽ ഉന്നത നിലയിൽ നിൽക്കുന്ന വ്യക്തികൾ ആരെങ്കിലും ആണോ? അല്ലല്ലോ. ഒരു ജോലിയും കൂലിയും ഇല്ലാതെ അതായത് ഒരു പ്രത്യേകിച്ച് വേറെ ഒരു ഇതുമില്ലാതെ, അതായത് സമൂഹത്തിൽ നമ്മളെല്ലാവരെയും മാനസികമായിട്ട് തളർത്തുക എന്ന ഉദ്ദേശത്തോടെ കുറച്ച് ആളുകൾ ഇതിന് ഇറങ്ങുന്നതല്ലേ. ഇവരെയൊക്കെ എന്തിനാണ് നമ്മളെ മൈൻഡ് ചെയ്യുന്നത്? സമൂഹത്തിന് ബോധവും വിവരവും ഉള്ള ഒരുപാട് ആളുകളുണ്ട്. അവരാരും നമുക്കെതിരെ ഒരു നെഗറ്റീവ്സ് ആയിട്ടോ ഒന്നും പറയുന്നില്ല. അവർക്ക് പറയാൻ നേരിട്ട് പറയാം. ഒരിക്കലും സോഷ്യൽ മീഡിയ വഴി ഒരു സ്ത്രീ എന്ന് പോലും നോക്കാതെ സെക്ഷുവലി ഹരാസ് ചെയ്യുന്ന, സൈബർ ബുള്ളിങ് ചെയ്യുന്ന കാര്യം ഒന്നും അവരാരും ചെയ്യാറില്ല. അപ്പൊ നമ്മൾ ഇതൊന്നുകൊണ്ടും ബോധർ ചെയ്യണ്ട എന്നാണ് എനിക്ക് ഈ ഒരു ഇതിലും പറയാനുള്ളത്. കാരണം രാഷ്ട്രീയത്തിൽ വരുമ്പോൾ ഏറ്റവും കൂടുതൽ നമ്മളെ സ്ത്രീകളെ തളർത്തുവാനുള്ള ഒരൊറ്റ കമന്റ് എന്ന് പറയുന്നത് വളരെ മോശം രീതിയിൽ അത് കുടിവെള്ളത്തിന് വേണ്ടി ഇത് ചെയ്തില്ല, അല്ലെങ്കിൽ തെരുവ് വിളക്കുകൾ കത്തിച്ചില്ല, തെരുവ് നായ്ക്കൾക്ക് വേണ്ടിയിട്ട് ഷെൽട്ടർ ഉണ്ടാക്കിയില്ല, ഇതൊന്നും പറഞ്ഞാൽ തളരില്ല. അതുകൊണ്ട് തളർത്തുവാൻ വേണ്ടിയിട്ടുള്ള ഏറ്റവും സിമ്പിളായിട്ടുള്ള കാര്യം, ഇത് ഏത് മേഖലയിലുള്ള സ്ത്രീകളെയും ഇപ്പൊ നമ്മളിപ്പോ ഞാൻ പൊളിറ്റിക്സ് എന്ന് മാത്രം പറയുന്നില്ല, ഏത് മേഖല, എല്ലാ മേഖലയിലും പോസിറ്റീവ്സും നെഗറ്റീവ്സും ഉണ്ട്. എല്ലാ മേഖലയിൽ നിൽക്കുന്ന സ്ത്രീകൾക്ക് ഒരുപാട് വെല്ലുവിളികൾ നേരിട്ടാണ് അവരെല്ലാവരും വരുന്നത്. അപ്പോൾ അവർക്ക് എല്ലാവർക്കും തളർത്താൻ വേണ്ടിയിട്ട് ഒറ്റ കാര്യമേ ഉള്ളൂ, കൂടെയുള്ളവർ തന്നെ വളരെ മോശം രീതിയിൽ കമന്റ്സ് പറയുക, വളരെ മോശമായിട്ട് പറയുക, നമ്മളെ എത്രത്തോളം നെഗറ്റീവ്സ് ആക്കാം ആ രീതി. ഞാനത് ആ വാക്കുകളൊന്നും യൂസ് ചെയ്യുന്നില്ല. അപ്പോൾ വളരെ വേറൊരു ആളുടെ കൂടെ പോയാൽ എങ്ങനെ വളരെ മോശം രീതിയിൽ പറഞ്ഞ് അവരെ മാനസികമായിട്ട് തളർത്തുക എന്നുള്ളതാണ് ഇവിടെ എല്ലാവരെയും ഉദ്ദേശം. ഇത് കണ്ട് നമ്മൾ തളർന്നു പോയാൽ നമ്മളിവിടെ ഇരിക്കത്തേ ഉള്ളൂ. ഇതൊന്നും നമ്മുടെ അടുത്ത് പോലും പോവില്ല. നമ്മൾ ഇതൊക്കെ തന്നെ തരണം ചെയ്ത് മുന്നോട്ട് ഏറ്റവും മുകളിൽ പോകുമെന്ന് മാത്രം. കാരണം ഇതൊക്കെ തന്നെ നമ്മൾ വളരെയധികം ഇതൊക്കെ തന്നെ പോസിറ്റീവായിട്ട് കണ്ട് നെഗ്ലക്റ്റ് ചെയ്ത് പോകുക എന്ന് മാത്രമാണ് പറയേണ്ടത്. അത് ഞാൻ രാഷ്ട്രീയത്തിൽ മാത്രം എല്ലാ ഫീൽഡിലും ഇങ്ങനെയാണ്. ഒരുപാട് വെല്ലുവിളികളും ഒരുപാട് നെഗറ്റീവ്സും ഒക്കെ തന്നെ നമ്മൾ നേരിടും. അതൊന്നും കാര്യമാക്കേണ്ടതില്ല. നമ്മളിതെല്ലാം തള്ളിക്കളഞ്ഞ് മുന്നോട്ട് പോവുക. ഒരുപാട് ദൂരം നിങ്ങൾക്കൊക്കെ പോകേണ്ടതായിട്ടുണ്ട്. ഞാൻ നേരത്തെ സൂചിപ്പിച്ച പോലെ ഇവിടെ ഇരിക്കുന്ന ഓരോരുത്തരും നമ്മുടെയൊക്കെ പ്രതീക്ഷകളാണ്. നാളെയുടെ പ്രതീക്ഷയാണ്. നമ്മുടെ രാജ്യം ശാസ്ത്ര സാമ്പത്തിക രംഗത്തൊക്കെ തന്നെ മറ്റു നാടുകളെയൊക്കെ തന്നെ മാതൃകയാക്കുന്ന തരത്തിൽ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ നമ്മുടെ രാജ്യത്തിൽ നിങ്ങളൊക്കെ തന്നെ ഓരോരോ പ്രതീക്ഷകളാണ്. നിങ്ങൾ ഒരുപാട്
ഒരുപാട് സ്വപ്നങ്ങൾ കാണണം. ആ സ്വപ്നങ്ങളൊക്കെ തന്നെ വെറുതെ കണ്ടാൽ മാത്രം പോരാ, അത് പ്രാവർത്തികമാക്കുന്നതിന് ഒരുപാട് ഹാർഡ് വർക്ക് ചെയ്യണം. ഒരുപാട് ആത്മവിശ്വാസത്തോടുകൂടി പ്രവർത്തനങ്ങൾ കാഴ്ചവെച്ച് മുന്നോട്ട് പോകുക എന്ന് മാത്രമേ സൂചിപ്പിക്കാനുള്ളൂ. തിരുവനന്തപുരം നഗരസഭയുടെ ഭാഗത്തുനിന്ന് നിങ്ങൾക്ക് 3 ദിവസത്തെ ട്രെയിനിങ് ആണ് നിങ്ങൾക്ക് തരാൻ സാധിച്ചത്. ഈ 3 ദിവസത്തെ ട്രെയിനിങ് നിങ്ങളുടെ ജീവിതത്തിന്റെ ഓരോ ദിവസത്തെ പാഠങ്ങളായിട്ട് ഉൾക്കൊണ്ടുകൊണ്ട് മുന്നോട്ട് പോകുക എന്നാണ് എനിക്ക് സൂചിപ്പിക്കാനുള്ളത്. ഇനിയും തിരുവനന്തപുരം നഗരസഭയുടെ ഭാഗത്തുനിന്നും നിങ്ങൾക്ക് ആവശ്യമായിട്ടുള്ള മോട്ടിവേഷൻ ക്ലാസ്സുകളും അതുപോലെ ട്രെയിനിങ്ങുകളും ഒക്കെ തന്നെ കണ്ടക്ട് ചെയ്യുന്നത് ഞങ്ങളുടെ ഭാഗത്തുനിന്ന് എല്ലാവിധ സപ്പോർട്ടുകളും ഉണ്ടാകുമെന്ന് സൂചിപ്പിച്ചുകൊണ്ട് ഞാൻ വിടവാങ്ങുകയാണ്. നന്ദി, നമസ്കാരം. ഇത്രയും വുമൺ റിസർവേഷൻ പോളിസീസും മറ്റും ഉണ്ടായിട്ടും എന്തുകൊണ്ടായിരിക്കും പൊളിറ്റിക്സിൽ വുമൺസ് വരുന്നത് കുറയുന്നത്? എന്താണ് മാമിന്റെ അഭിപ്രായം ഈ ചോദ്യത്തിനോട്? കുറവാണ് എന്ന് നമുക്കറിയാം. വിമൻസ് കുറവാണ്, ഒരുപാട് കുറവാണ്. പലർക്കും ഞാൻ നേരത്തെ സൂചിപ്പിച്ച പോലെ പലർക്കും അവസരങ്ങൾ കിട്ടുന്നില്ല എന്ന് തന്നെയാണ് പറയാം. കിട്ടിയാൽ, കാരണം വിമൻസ് എവിടേക്ക് വന്നിട്ടുണ്ടോ അവിടെയൊക്കെ നമ്മുടെ പെർഫോമൻസ് ബെസ്റ്റ് ആണെന്ന് കാണിച്ചിട്ടുണ്ട്. പൊളിറ്റിക്സിൽ നമുക്ക് ഉദാഹരണം പറയാൻ നിരവധിയായിട്ടുള്ള വനിതകളുണ്ട്. വന്നിട്ടുള്ള എല്ലാ വനിതകളും ഇപ്പോൾ കൗൺസിലേഴ്സ് ആയാലും MP MLA ഒക്കെ തന്നെ ഏറ്റവും ബെസ്റ്റ് പെർഫോമൻസ് ചെയ്ത് മുന്നോട്ട് പോകുന്നവരാണ്. കാരണം എവിടെയൊക്കെ അവർക്ക് അവസരം കിട്ടിയിട്ടുണ്ടോ അവിടെയൊക്കെ ഏറ്റവും ബെസ്റ്റ് പെർഫോമൻസ് ചെയ്ത് മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ്. ഇപ്പം നമ്മൾ വിമൻസ് റിസർവേഷൻ ബില്ല് വന്നു കഴിഞ്ഞാൽ തീർച്ചയായിട്ടും ഒരുപാട് നമുക്ക് MP MLA നമുക്ക് കൊണ്ടുവരാൻ സാധിക്കുമെന്ന് വിശ്വസിക്കുന്ന ഒരാളാണ് ഞാൻ. അപ്പോൾ അവസരങ്ങൾ കിട്ടാത്തത് കൊണ്ട് തന്നെയാണ് സ്ത്രീകൾ മുന്നോട്ട് വരാത്തതെന്നാണ് എനിക്ക് സൂചിപ്പിക്കാനുള്ളത്. അപ്പൊ അവസരങ്ങൾ കിട്ടിയാൽ, കാരണം നമ്മളൊക്കെ തന്നെയല്ലേ, നമ്മളെല്ലാം ബെസ്റ്റ് പെർഫോമൻസ് കാഴ്ചവെക്കുന്നവരല്ലേ. നമ്മുടെ സൂപ്രണ്ട് ഇവിടെ ഇരിപ്പുണ്ട്, നമ്മുടെ തിരുവനന്തപുരം നഗരസഭയുടെ സൂപ്രണ്ടാണ്. ഏറ്റവും ബെസ്റ്റ് പെർഫോം ചെയ്ത് തിരുവനന്തപുരം നഗരത്തെ ഒന്നാമതെത്താൻ വേണ്ടിയിട്ട് രാപ്പകലില്ലാതെ കഷ്ടപ്പെടുന്ന ഒരു വ്യക്തി ഉണ്ടെങ്കിൽ നമ്മുടെ ദേവിപ്രിയ സൂപ്രണ്ടാണ്. അതിന് നമ്മൾ എത്ര നന്ദി പറഞ്ഞാലും മതിയാവില്ല. കാരണം പല ദിവസവും അവിടെ നിന്ന് പോകുന്നത് 10-12 മണിയായാലും പോകാറില്ല. കുഞ്ഞു മകനുണ്ട്. പക്ഷെ എന്നാൽ പോലും ആ ഒരു ജോലിയിൽ ഏറ്റവും നല്ല രീതിയിൽ പെർഫോം ചെയ്യുന്ന ഒരു വ്യക്തിയാണ്. ഞാനത് എക്സാമ്പിൾ പറഞ്ഞതെന്നാണ്. ഏതൊക്കെ മേഖലയിൽ വിമൻസ് ഉണ്ട് അവരൊക്കെ തന്നെ ഏറ്റവും ബെസ്റ്റ്, അല്ലെങ്കിൽ പുരുഷനോടൊപ്പം പുരുഷനേക്കാൾ മകളിൽ നല്ല രീതിയിൽ പെർഫോം ചെയ്തുകൊണ്ടിരിക്കണം. അപ്പോൾ തീർച്ചയായിട്ടും അവസരങ്ങൾ കിട്ടാത്തതുകൊണ്ട് തന്നെയാണ്. അവസരങ്ങൾ കിട്ടിയാൽ നമ്മൾ എല്ലാവരും ബെസ്റ്റ് പെർഫോം ചെയ്യുന്നവർ തന്നെയാണ്. മാം, നമ്മൾ വുമൺസ് നല്ല മികച്ച രീതിയിൽ പ്രകടനങ്ങൾ കാഴ്ചവെക്കുമ്പോൾ അത് പുരുഷന്മാരെ ഭയത്തിലാഴ്ത്തുന്നു എന്ന് തോന്നിയിട്ടുണ്ടോ? കുറച്ച് പേർ നമ്മൾ ബെസ്റ്റ് പെർഫോം ചെയ്യുമ്പോൾ അവർ നമ്മളോടൊപ്പം എത്താൻ വേണ്ടി മാക്സിമം ഓടേണ്ടി വരും അവർക്ക് തോന്നിയിട്ടുണ്ട്. കാരണം ഞാൻ നേരത്തെ സൂചിച്ച പോലെ ഞാൻ പറയും I am the best, ഞാനാണ് ബെസ്റ്റ് എന്ന് എനിക്കറിയാം. അതുപോലെ നമ്മൾ ഓരോരുത്തരും നമ്മളാണ് ബെസ്റ്റ് എന്ന രീതിയിൽ നല്ല പെർഫോം ചെയ്യുകയാണ്. അപ്പോൾ പുരുഷന്മാര് നമ്മളോടൊപ്പം എത്താൻ അവർക്ക് മാക്സിമം ഓടണം. നമ്മൾ 100 മീറ്റർ റേസിൽ നമ്മൾ ഫിനിഷിംഗ് പോയിന്റിൽ എത്തുമ്പോൾ അവർ സ്റ്റാർട്ടിംഗ് പോയിന്റിൽ നിന്ന് തുടങ്ങത്തേ ഉള്ളൂ എന്ന് വിശ്വസിക്കുന്ന ഒരാളാണ് ഞാൻ. അപ്പോൾ അവർ ഫിനിഷിംഗ് പോയിന്റിൽ എത്താൻ വേണ്ടി അവർ മാക്സിമം ഹാർഡ് വർക്ക് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. കാരണം നമ്മളോടൊപ്പം എത്താൻ വേണ്ടിയിട്ട് അത്രത്തോളം ഹാർഡ് വർക്ക് ചെയ്ത് മുന്നോട്ട് വരുന്ന ഒരാളാണ്. ഒരിക്കലും ഒരു പുരുഷനെയും ഞാൻ കുറച്ച് കാണുന്നില്ല. ഏറ്റവും നല്ല രീതിയിൽ പെർഫോം ചെയ്ത് പുരുഷന്മാരായാലും സ്ത്രീകളായാലും ഒക്കെ തന്നെ അവരവരുടെ മേഖലയിൽ നല്ല രീതിയിൽ പെർഫോം ചെയ്ത് തന്നെയാണ് മുന്നോട്ട് പോകുന്നത്.